Hi friends, Domino Physics and മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ബാലൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്റ്റൈൽ മോഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനുകൾ, ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പത്തെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യത കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തിയറി പാർട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതായത് കംപ്ലീറ്റ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. അവിടെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് പ്രൊജക്റ്റൈൽ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിൽ നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഒന്ന് ഓടിച്ച് പറയുന്നു. അതായത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് പാരാബോളയാണ്. ആ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്തിൻ്റെ ഇക്വേഷനാണ് y = x tan θ - gx² ഡിവൈഡഡ് ബൈ 2u² cos² θ. ടൈം ഓഫ് ഫ്ലൈസിൻ്റെ ഇക്വേഷനാണ് 2u sin θ g. ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും എന്ന് പറയുന്നത് u sin θ g ആണ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u² sin² θ ഡിവൈഡഡ് ബൈ 2g ആണ്. റേഞ്ച് എന്ന് പറയുന്നത് u² sin 2θ g ആണ്. അതുപോലെ എക്സ്ട്രാ ഒരു ഇക്വേഷനോട്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാതിരുന്ന ഒരു ഇക്വേഷനോട് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. 4h = r tan θ എന്ന് പറയുന്ന ഇക്വേഷൻസ്. ആ ഇക്വേഷൻ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു റിലേഷൻ അറിയാമെങ്കിൽ നമുക്ക് പല പ്രോബ്ലംസും വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാത്രം പറയുന്നു 4h = r tan θ എന്ന് പറയുന്ന ഇക്വേഷൻ. അതെങ്ങനെ വന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 4h = r tan θ. ഇപ്പോൾ നമുക്കറിയാം h = u² sin² θ ആണ് ഡിവൈഡഡ് ബൈ 2g. അതുപോലെ റേഞ്ചിൻ്റെ ഇക്വേഷൻ r = u² sin 2θ ഡിവൈഡഡ് ബൈ g ആണ്. നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നു കരുതുക. അപ്പോൾ h/r = u² sin² θ ഡിവൈഡഡ് ബൈ 2g ഹോൾ ഡിവൈഡഡ് ബൈ u² sin 2θ എനിക്ക് 2 sin θ cos θ എന്ന് എഴുതാം. 2 sin θ cos θ ഡിവൈഡഡ് ബൈ g ആണ്. ജിയും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് u² sin² θ ഡിവൈഡഡ് ബൈ ഈ 2 × 2 കൂടെ 4 ആകും. 4u² sin θ cos θ എന്ന് കിട്ടും. u² നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് h/r = ഇതിനകത്തൊരു സ്ക്വയർ sin θയും ഇതിനകത്തൊരു sin θയും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1/4 × sin θ ബൈ cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan θ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4h = r tan θ എന്ന് കിട്ടും. 4h = r tan θ. ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വന്നത് എങ്ങനെയാണെന്ന് ഓർക്കണമെന്ന് നിർബന്ധമില്ല. ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു റിലേഷനോട് അഡീഷണൽ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. 4h = r tan θ. കഴിഞ്ഞ വീഡിയോയിൽ പറയാതിരുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ അതുകൂടെ ഇവിടെ ചേർക്കുന്നു. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടതാണ് ഇനിഷ്യൽ വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ എന്ന് പറയുന്നത് u cos θ ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ എന്ന് പറയുന്നത് u sin θ ആണ്. അതുപോലെ ആക്സിലറേഷൻ ഇൻ x ഡയറക്ഷൻ എന്ന് പറയുന്നത് 0. x ഡയറക്ഷൻ മീൻസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതുപോലെ ആക്സിലറേഷൻ ഇൻ y ഡയറക്ഷൻ എന്ന് പറയുന്നത് -g ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻസും കാര്യങ്ങളും എന്ന് പറയുന്നത്. കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാനുള്ളത്. പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങൾ കണ്ട് പരിചയമുള്ളതായിരിക്കും, ചിലപ്പോൾ കണ്ടിട്ടില്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാവാം. എന്തായാലും നമുക്ക് ആ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: during a projectile motion, if the maximum height is equal to the horizontal range, the angle of projection with the horizontal. അതായത് ഒരു പ്രൊജക്റ്റൈൽ മോഷനകത്ത് മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും ഈക്വൽ ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക ഹൊറിസോണ്ടൽ റേഞ്ചും ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ചും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് u² sin² θ ഡിവൈഡ് ബൈ 2g = u² sin 2θ ബൈ g എന്ന് ഈക്വേറ്റ് ചെയ്യാം. ഇവയെ തമ്മിൽ ഈക്വേറ്റ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ പക്ഷേ നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയാണ് മറ്റൊരു ഇക്വേഷൻ പഠിച്ചത്. എന്താണ്? 4h = r tan θ. ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് എച്ചും ആറും എന്താണ്, ഈക്വൽ ആണ്. ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ 4 = നമുക്ക് എത്രയാണെന്ന് കിട്ടും? tan θ എന്ന് കിട്ടും. ദാറ്റ് ഈസ് θ = tan 1/4. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം നമ്മൾ പറഞ്ഞു, ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്ത് വരും? u²
സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം. ജിയും ജി നമുക്ക് ക്യാൻസൽ ചെയ്യാം. യു സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാം. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റയെ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റയും ഇതിനകത്തൊരു സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്യാം. കോസ് തീറ്റ ഞാൻ ഇപ്പോഴും കൊണ്ടുവരുന്നു. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 × 2 4 ആകും. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4. ഇങ്ങനെയും ചെയ്യാം. അതായത് ഈ ഒരു ഇക്വേഷൻ അറിയില്ല എങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് എക്സാമിന് മാക്സിമം പെട്ടെന്ന് ആൻസർ കണ്ടെത്താനാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഏതാണ്? ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതായത് 4h = r tan θ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് എന്ത് എഴുതാം? θ = tan 1/4 എന്ന് ആൻസർ എഴുതാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ θ = tan 1/4. അതായത് ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആണ് എങ്കിൽ അവിടുത്തെ കേസിൽ നമുക്ക് θ = എത്രയാണെന്ന് എഴുതാൻ പറ്റും? tan 1/4 ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പോയിന്റ് ഫ്രം വെയർ എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് ഈസ് ടേക്കൺ ആസ് ദ ഒറിജിൻ. The x and y component of displacement are x is equal to 60 and y is equal to 80 minus 5t square. What is the velocity of projection? അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡിയെ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഒറിജിൻ ആയിട്ട് എടുക്കും. ദാറ്റ് മീൻസ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത് 0 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സും വൈ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം ടി ടൈമിലെ പൊസിഷൻസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൊജക്റ്റൽ മോഷൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. നമ്മുടെ മോഷനെ പ്ലെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് x is equal to 60 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ y is equal to 80 minus 5t square എന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. x is equal to 60 അതുപോലെ y is equal to 8t minus 5t square. അപ്പോൾ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണന്റുകൾ ഉണ്ടാവും. ഒരു എക്സ് കമ്പോണന്റ് കാണും. ദാറ്റ് ഈസ് vx is equal to dx/dt എന്ന് പറയുന്ന വാല്യൂ. dx/dt എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അതുപോലെ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ എന്ന് പറയുന്നത് dy/dt ആണ്. ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 80യുടെ ഡിഫറൻഷ്യൽ 8 ആണ്. മൈനസ് 5t സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 5 × 2t എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 മൈനസ് 10t എന്നായിരിക്കും എന്ത് കിട്ടുക? വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കിട്ടി. എന്താണ്? എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അതുപോലെ വൈ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 8 മൈനസ് 10t എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തെ വെലോസിറ്റിയാണ് വേണ്ടത്. ദാറ്റ് മീൻസ് അറ്റ് t ഈസ് ഈക്വൽ ടു 0. അതായത് പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ വെലോസിറ്റി എത്രയാണ്? ടൈം എത്രയാണ്? 0 ആണ്. അങ്ങനെ വരുമ്പോൾ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 6 ആണ്, പ്രശ്നമൊന്നുമില്ല. വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് 8 മൈനസ് 10 × 0 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6ഉം 8ഉം ആണ്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 പ്ലസ് 64 ദാറ്റ് ഈസ് 100 വരും. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതായത് പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇനി അഥവാ വെക്റ്റർ ഫോമിലാണ് എഴുതുന്നതെങ്കിൽ v ഈസ് ഈക്വൽ ടു 6i പ്ലസ് 8j എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഇക്വേഷൻ. ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഓപ്ഷനിൽ ഈ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ 6i പ്ലസ് 8j എന്ന് എഴുതുക. ഇക്വേഷൻസിനകത്ത് മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്നതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് v ഈസ് ഈക്വൽ എത്ര എന്ന് എഴുതുക? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അല്ലാതെ തന്നെ എളുപ്പത്തിൽ പറയാം. നമുക്ക് vxൻ്റെ വാല്യൂ അറിയാം. vxൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് അതായത് vxഉം uxഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് vxൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് കിട്ടിയത്? 6 എന്ന് കിട്ടിയത്. എന്നാൽ മറിച്ച് vyയുടെ വാല്യൂ എന്ന് പറയുന്നത് vy ഈസ് ഈക്വൽ ടു uy മൈനസ് gt എന്നാണ് എന്ന് നമുക്കറിയാം. ഇവിടുത്തെ കേസിൽ uy എന്ന് പറയുന്നത് 8 ആണ്. അതുകൊണ്ടാണ് നമുക്ക് 8 എന്ന് കിട്ടിയത്. അതുപോലെ gക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? 10 എന്ന വാല്യൂ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ
ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യുക, അതായത് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുക, വി എക്സും വി വൈയും കണ്ടുപിടിക്കുക. അതിനുശേഷം ഇനിഷ്യൽ കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടൈമിന് എത്ര കൊടുക്കുക, 0 എടുക്കുക. ഇവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി 6n ആണ്. ദാറ്റ് മീൻസ് എല്ലായ്പ്പോഴും എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ v is equal to 6i cap plus 8j cap. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ v is equal to root of vx square plus vy square that is equal to എത്രയാണെന്ന് കിട്ടും, 10 meter per second എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the speed of a projectile at its maximum height is half of its initial speed. The angle of projection is, അതായത് ഒരു പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട് പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അറ്റ് മാക്സിമം ഹൈറ്റിൽ അതിനൊരു വെലോസിറ്റി മാത്രമേ കാണത്തുള്ളൂ, അതായത് അറ്റ് മാക്സിമം ഹൈറ്റിൽ എന്താ പ്രത്യേകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ് വി വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും, വി എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യപ്പെടില്ല, ചേഞ്ച് ചെയ്യപ്പെടില്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വി എക്സ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി എന്നാണ്. അഥവാ യു കോസ് തീറ്റ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു യു ആണ്. യു ക്യാൻസൽ ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വരും. 1/2ൻ്റെ കോസ് കാൽക്കുലേറ്റ്, കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണ്. കാരണം നമ്മൾ ട്രിഗണോമെട്രിയുടെ ഒരു ക്ലാസ് ചെയ്തിരുന്നു. ട്രിഗണോമെട്രി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കോസിൻ്റെ കുറച്ച് വാല്യൂസ് പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പോൾ കോസ് 60 എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും, 60 ഡിഗ്രി. ഓർക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ്, മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ അഥവാ വൈ ഡയറക്ഷണൽ വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷേ എക്സ് ഡയറക്ഷണൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, അഥവാ യു കോസ് തീറ്റ ആയിരിക്കും. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ, a projectile is fired at an angle of 45 degree with the horizontal. The elevation angle of projectile at its maximum height at its highest point are seen from the point of projection is. അതായത് നമ്മളൊരു പാർട്ടിക്കിളിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ, ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റിലെത്തുമ്പോഴുള്ള എലിവേഷൻ ആംഗിൾ ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ആംഗിൾ എത്രയായിരിക്കും, അതായത് ഈ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് തൽക്കാലം എക്സ് എന്ന് എടുക്കുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഹൈറ്റ് ആണ്. നമ്മളിതിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം ഹൈറ്റ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് എത്ര ആയിരിക്കും, r/2 ആയിരിക്കും. അതായത് ടോട്ടൽ 6 ആണ്. അപ്പോൾ ഇത് എത്ര എടുക്കാം, r/2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എന്താണ്, tan x is equal to h divided by r/2, that is tan x is equal to 2h divided by r എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എച്ചിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് എഴുതാം. എച്ചും ആറും ഉണ്ട്. ദെൻ എച്ചിൻ്റെയും h/r കാൽക്കുലേറ്റ് ചെയ്യാം. h/r കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തീറ്റയ്ക്ക് എത്ര കൊടുക്കുക, 45 ഡിഗ്രി കൊടുക്കുക. അങ്ങനെ ചെയ്തു പോകാം. അത്രയും പാടില്ല ഇവിടെ ചെയ്യാൻ. നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്, 4h is equal to r tan θ ആണ്. ദാറ്റ് ഈസ് 4h is equal to r into tan 45 ആണ്. ഓക്കെ, tan 45 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോഴത്തേന് 4h is equal to r എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് h/r is equal to 1/4 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan x is equal to 2 into 1/4 that is equal to 2. That is tan x is equal to 1/2 എന്ന് കിട്ടും. or x is equal to tan inverse 1/2 എന്ന് കിട്ടും. അതായത് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, tan inverse 1/2 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ റിലേഷനിലേക്ക് എത്താം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എച്ചിൻ്റെ ആറും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തീറ്റയ്ക്ക് എത്ര കൊടുക്കുക, 45 കൊടുക്കുക. 45 എടുത്ത് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ആൻസർ എത്ര കിട്ടും, 1/4 എന്ന് കിട്ടും h/r. അതിൽ നിന്ന് നമുക്ക് x is equal to tan inverse 1/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന പ്രോബ്ലം കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷൻ പഠിക്കാനായിട്ട് പറയുന്നത്. 4h is equal to r tan θ എന്ന് പറയുന്ന റിലേഷൻ പഠിച്ചു വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, tan inverse 1/2 ആണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ചെയ്ത മെത്തേഡ് മനസ്സിലായി കാണുമായിരിക്കും. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടലിൽ നിന്ന് നമ്മുടെ മാക്സിമം ഹൈറ്റിലേക്കുള്ള ആംഗിൾ എത്രയായിരിക്കും. ഇവിടെ ഞാൻ എക്സ് എന്ന് എടുത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ആൽഫ എന്ന് എടുക്കാം, ബീറ്റ എന്ന് എടുക്കാം, അല്ലെങ്കിൽ എ എന്ന് എടുക്കാം, ബി എന്ന് എടുക്കാം, ഇഷ്ടമുള്ള വാല്യൂസ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് എന്ന് ചൂസ് ചെയ്തു, എക്സ് എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഏത് ഇക്വേഷൻ അറിയാമെങ്കിൽ 4h = r tan θ എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാമെങ്കിൽ, അത് അറിയില്ല എങ്കിലും ചെയ്യാം. എച്ചിൻ്റെയും ആറിൻ്റെയും ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ എങ്കിൽ പോലും നമുക്ക് സമയം ലാഭിക്കാൻ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ ഏത് ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. 4h = r tan θ എന്ന് പറഞ്ഞ റിലേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ അത് വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ആ ഒരു റിലേഷനും കൂടെ എന്ത് ചെയ്യാവുന്ന പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഇക്വേഷനും കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ആരോ ഈസ് ഷോട്ട് ഇൻ ടു ആൻ എയർ, its range is 200 meter and its time of flight is 5 seconds. What will be the horizontal component of velocity? എന്താണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം horizontal component of velocity എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റേഞ്ച് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് Vx അല്ലെങ്കിൽ എന്താണ്, Ux ആണ്. രണ്ടും സെയിം തന്നെയാണ്. കാരണം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ Vx അല്ലെങ്കിൽ Ux ഇതെന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് എളുപ്പം ഈ ഒരു ഇക്വേഷൻ വന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് നമ്മൾ ഓരോ ഇക്വേഷൻസിനെ കാര്യം ഓർക്കുക. ഉദാഹരണത്തിന് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2 × u sin θ എന്ന് പറഞ്ഞാൽ അത് uy ആണ്. അപ്പോൾ 2uy ഡിവൈഡഡ് ബൈ g എന്ന് ഓർക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2uy ഡിവൈഡഡ് ബൈ g ആണ്. അതുപോലെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് u² sin² θ ആണ്. ദാറ്റ് ഈസ് uy² ഡിവൈഡഡ് ബൈ 2g. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, uy² ഡിവൈഡഡ് ബൈ 2g. അതുപോലെ റേഞ്ചിൻ്റെ ഇക്വേഷൻ r ഈസ് ഈക്വൽ ടു, അത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്, u² 2 sin θ cos θ ഡിവൈഡഡ് ബൈ g ആണ്. ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ r ഈസ് ഈക്വൽ ടു 2 × u² സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ u sin θ വരും, അതുപോലെ u cos θ വരും, ഡിവൈഡഡ് ബൈ g വരും. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാൻ പറ്റും r ഈസ് ഈക്വൽ ടു 2 × u sin θ എന്ന് പറഞ്ഞാൽ uy ആണ്, u cos θ എന്ന് പറഞ്ഞാൽ ux ആണ്, ഡിവൈഡഡ് ബൈ g ആണ്. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക, r ഈസ് ഈക്വൽ ടു 2uy ux ഡിവൈഡഡ് ബൈ g. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷനോട് പഠിച്ചിരുന്നു, horizontal range is equal to horizontal component of velocity into time of flight എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻറ്റു നമ്മൾ എന്താണ് ചെയ്തത്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് പഠിക്കുന്ന കൂട്ടത്തിൽ അത് ഈ ഒരു ഫോർമാറ്റിലും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റേഞ്ച് തന്നിട്ടുണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നിട്ടുണ്ട്, ux ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ വളരെ സിമ്പിൾ, r ഈസ് ഈക്വൽ ടു ux ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ദെൻ ux ഈസ് ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ tf ആണ്. ദാറ്റ് ഈസ് r എന്ന് പറയുന്നത് 200 ആണ്, 200 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. 200 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര വരും, 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം നമ്മൾ പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യം വരും. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2uy ഡിവൈഡഡ് ബൈ g ആണ്. ഈ ഇക്വേഷൻസ് പഠിക്കുന്നതാണ് എളുപ്പം ഇതിനേക്കാൾ. ഈ ഇക്വേഷൻസ് പഠിക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2uy ഡിവൈഡഡ് ബൈ g, വേറെ uy എന്ന് പറഞ്ഞാൽ u sin θ ആണെന്ന് ഓർക്കുക. അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു uy² ഡിവൈഡഡ് ബൈ 2g ആണ്, വേറെ uy എന്ന് പറഞ്ഞാൽ u sin θ. അതുപോലെ റേഞ്ചിൻ്റെ ഇക്വേഷൻ 2uy ux ഡിവൈഡഡ് ബൈ g ആണ്. uy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u cos θ, uy എന്ന് പറഞ്ഞാൽ u sin θ, ux എന്ന് പറഞ്ഞാൽ u cos θ. ഒപ്പം റേഞ്ച് ഈസ് ഈക്വൽ ടു ux ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്, അഥവാ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ വെറുതെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാതെ ഓരോ ഇക്വേഷൻസ് വന്ന ആ ഒരു മെത്തേഡ് മനസ്സിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഓരോ ടേംസും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നമ്മുടെ നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷൻ വെച്ചിട്ട് തന്നെയുള്ളത്, അതായത് നമ്മുടെ 4h = r tan θ എന്ന് പറഞ്ഞാൽ അതേ ഇക്വേഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ഫ്ലൈറ്റ് ഈസ് 4√3 ടൈംസ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്, ഇറ്റ്സ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വിൽ ബി. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് 4/√3 ടൈംസ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും എന്താണ്, r/h ഈസ് ഈക്വൽ ടു 4/√3.
ഓക്കെ, ആർ ബൈ എച്ച് ഇസ് ഈക്വൽ ടു 4/√3. അല്ലെന്ന് പറയുന്നത് തിരിച്ചെഴുതാം, എച്ച് ബൈ ആർ ഇസ് ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ 4. നമ്മുടെ ഇക്വേഷൻ ഓർക്കുക, നമ്മുടെ ഇക്വേഷൻ 4h ഇസ് ഈക്വൽ ടു ആർ ടാൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ 4h ബൈ ആർ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. എച്ച് ബൈ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം √3/4 എന്ന് കിട്ടി. അപ്പോൾ 4 ഇൻറ്റു √3/4 ഈസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. √3 ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 60 ഡിഗ്രി. എളുപ്പമുള്ള ക്വസ്റ്റനാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എച്ചിൻ്റെയും ആറിൻ്റെയും ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? 4h = r tan θ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുക. നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക്, അപ്പോൾ ഇത് കീമായാലും JEE ആയാലും നീറ്റ് ആയാലും ഏത് എക്സാമിനായാലും ഫാസ്റ്റായിട്ട് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൊജക്റ്റൈൽ ക്യാൻ ഹാവ് ദി സെയിം റേഞ്ച് ആർ ഫോർ 2 ആംഗിൾസ്. 2 ആംഗിളുകൾക്ക് സെയിം റേഞ്ച് ആണ്. അവയുടെ ഇത് നമ്മൾ 2 ആംഗിളുകളിൽ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് രണ്ടിൻ്റെയും റേഞ്ച് എന്തെന്ന് കിട്ടിയിരിക്കുന്നത്? സെയിം എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ T1 ഉം T2 എന്ന് പറയുന്നതാണ് അവയുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ T1 പ്രൊപ്പോർഷണൽ ടു T1 ഇൻറ്റു T2 പ്രൊപ്പോർഷണൽ ടു R² ആണോ? T1 T2 ഈസ് പ്രൊപ്പോർഷണൽ ടു R ആണോ? T1 T2 ഈസ് പ്രൊപ്പോർഷണൽ ടു R³ ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, സെയിം റേഞ്ച് ഫോർ 2 ആംഗിൾസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 - തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് T1 ഈസ് ഈക്വൽ ടു, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2u sin θ/g ആണ്. അപ്പോൾ 2u sin θ ഡിവൈഡഡ് ബൈ g. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ T2 ഈസ് ഈക്വൽ ടു 2u sin 90 - θ ഡിവൈഡഡ് ബൈ g ആണ്. ദാറ്റ് ഈസ് T2 ഈസ് ഈക്വൽ ടു 2u sin 90 - θ. sin 90 - θ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷനിൽ അത് പറഞ്ഞതാണ്. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു 2u cos θ/g ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T1 ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡഡ് ബൈ g ഇൻറ്റു 2u cos θ ഡിവൈഡഡ് ബൈ g എന്ന് എഴുതാം അല്ലേ. 2u sin θ/g ഇൻറ്റു 2u cos θ ഡിവൈഡഡ് ബൈ g ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടുന്ന് ഒരു 2 കോമൺ എടുക്കുകയാണ്, 2ഉം ജിയും പുറത്തെടുക്കുന്നു, ഇൻറ്റു കോമൺ എടുക്കല്ല 2ഉം ജിയും മാറ്റി എഴുതാണ്. ബാക്കിയുള്ളത് u ഇൻറ്റു u എന്നുള്ളതിനെ ഞാൻ u² എന്ന് എഴുതുന്നു. sin 2θ 2 cos θ, അപ്പോൾ 2 sin θ cos θ ഡിവൈഡഡ് ബൈ g എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/g ഇൻറ്റു u² sin 2θ ഡിവൈഡഡ് ബൈ g എന്ന് കിട്ടും. കാരണം നമ്മുടെ ഇക്വേഷനിലെല്ലാം റേഞ്ച് ആണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം u² sin 2θ/g എന്ന് പറയുന്നത് u² sin 2θ/g എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി, T1 T2 ഈസ് ഈക്വൽ ടു 2/g ഇൻറ്റു r എന്ന് കിട്ടും. 2ഉം ജിയും കോൺസ്റ്റൻ്റ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ T1 T2 ഈസ് പ്രപ്പോർഷണൽ ടു r. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് നമ്മുടെ T1 ഇൻറ്റു T2 ഈസ് പ്രപ്പോർഷണൽ ടു r. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂസ് ആകരുത്, ക്വസ്റ്റ്യനെ സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പാടാണോ എളുപ്പമാണെന്നുള്ളത് വിട്ടിട്ട് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മൾ ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്തിച്ചേരും. നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകൾ വെച്ച് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the velocity of a projectile at the initial point is 2i cap plus 3j cap meter per second. Then its velocity at t is equal to time of flight. നമ്മുടെ ഇക്വേഷൻസ് വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം അല്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തെ വെലോസിറ്റി തന്നിട്ടുണ്ട് 2i cap plus 3j cap ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ടൈമിൽ, ദാറ്റ് മീൻസ് അറ്റ് ദി എൻഡിൽ അതായത് ടിയുടെ വാല്യൂ TF ആയിട്ട് മാറുന്ന സമയത്തെ അതിൻ്റെ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളെ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് കരുതി, ഇതാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോഴാണ് TF ആയിട്ട് മാറുന്നത്. അതായത് ടൈം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ട് മാറുന്നത്. ഇതിൻ്റെ വെലോസിറ്റിയുടെ വേരിയേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റ് കാണും, ഒന്ന് UX, ഒന്ന് മുകളിലേക്ക് UY. ഇവിടെ എത്തുമ്പോഴും 2 കമ്പോണൻറ്റ് കാണും, UX അതുപോലെ VY. ഇവിടെ എത്തുമ്പോൾ 2 കമ്പോണൻറ്റ് കാണും, UX
വി വൈ, ഇവിടെ എത്തുമ്പോൾ യു എക്സ് മാത്രം അല്ലെങ്കിൽ വി എക്സ് മാത്രം, ഓക്കെ, അല്ലെങ്കിൽ യു എക്സ് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ട് യു എക്സ്, ഇങ്ങോട്ടേക്ക് വി എക്സ്, സോറി വി എക്സ് അല്ല വി വൈ, ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് യു എക്സ്, ഇങ്ങോട്ടേക്ക് വി എക്സ്, ഇവിടെ എത്തുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് യു എക്സ്, ഇങ്ങോട്ടേക്ക് വി വൈ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയും ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയുടെയും ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷേ എന്ത് മാറി? ഒന്ന് അപ്വേർഡ് ആണ്, ഇതെന്താണ്? ഡൗൺവേർഡ് ആണ്, ഡയറക്ഷൻ മാറി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം 2i ക്യാപ് പ്ലസ് 3j ക്യാപ് എന്ന് പറഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ 2i ക്യാപ് തന്നെ പ്ലസ് 3j ക്യാപ് എന്നുള്ളത് നേരെ റിവേഴ്സ് ആവണം, ദാറ്റ് ഈസ് -3j ക്യാപ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2i ക്യാപ് മൈനസ് 3j ക്യാപ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ മാക്സിമത്തിലെത്തും, ദെൻ താഴേക്ക് വരുമ്പോൾ കുറഞ്ഞ് കൂടി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റിയിലെത്തും. അതായത് ഇവിടുന്ന് മുകളിലോട്ട് പോയി ഇവിടെ ചെന്ന് 0 ആകുന്നു, ദെൻ തിരിച്ച് താഴെ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അതേ വാല്യൂ തന്നെ, പക്ഷേ ഡയറക്ഷൻ മാറി നെഗറ്റീവായി. അതായത് നമ്മുടെ വെർട്ടിക്കൽ മോഷന് സിമിലർ ആണ്. അതായത് വെർട്ടിക്കൽ മോഷന് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് പോകുന്നു, ഏറ്റവും മാക്സിമം ഹൈറ്റ് ചിലപ്പോൾ 0 ആവുന്നു, ദെൻ താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു, ഗ്രൗണ്ടിലെത്തുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിക്ക് എന്താവുന്നു? തുല്യമാവുന്നു. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ. ഇനിഷ്യൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയും ഫൈനൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സെയിം ആണ്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്ത് വരും? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആൻസർ 2i ക്യാപ് മൈനസ് 3j ക്യാപ് ആണ്. പ്രോബ്ലം അല്ല, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the velocity of projection of a projectile is u is equal to 5i cap plus 10j cap. അതായത് പ്രൊജക്റ്റൈൽ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്, u is equal to 5i cap plus 10j cap. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതുപോലെ മാക്സിമം ഹൈറ്റ്, ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ u is equal to 5i cap plus 10j cap. നമുക്കറിയാം u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ux i cap plus uy j cap ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് കിട്ടും ux എന്ന് പറയുന്നത് 5 ആണ്, uy എന്ന് പറയുന്നത് എത്രയുമാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ 2u sin theta by g എന്നുള്ളതിന് പകരം ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയും കൂടെ പഠിക്കാൻ 2uy ഡിവൈഡഡ് ബൈ g എന്ന് പഠിക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തൽക്കാലം ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 2uy ഡിവൈഡഡ് ബൈ ജി ആണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2uy ഡിവൈഡഡ് ബൈ ജി, ദാറ്റ് ഈസ് 2 ഇൻറ്റു യുടെ വാല്യൂ 10 ആണ്, ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്ര ആണെന്ന് കിട്ടും? 2 ആണെന്ന് കിട്ടും. ഓക്കെ, ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് അടുത്തതിനും. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? uy സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്ന് എഴുതാം. ദാറ്റ് ഈസ് uy സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g, ദാറ്റ് ഈസ് ഈക്വൽ ടു uy എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് കിട്ടും? 5 എന്ന ആൻസർ കിട്ടും. അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ആണ്. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അതായത് സൈൻ 2 തീറ്റയെ നമുക്ക് 2 sin x സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോഴത്തേന് 2ux uy ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ r is equal to 2ux uy ഡിവൈഡഡ് ബൈ ജി ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു യുഎക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10, ദാറ്റ്സ് ഈക്വൽ ടു 10 എന്ന ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ കിട്ടി, ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടി, മാക്സിമം ഹൈറ്റ് കിട്ടി. ഇനി ഇൻ കേസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ux is equal to u cos theta ആണ്, അതുപോലെ uy is equal to u sin theta ആണ്. ഇതിൽ uy ഡിവൈഡഡ് ബൈ ux നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ u sin theta ബൈ u cos theta നമുക്ക് കിട്ടും. തീറ്റയും ക്യാൻസൽ ചെയ്യാം. tan theta is equal to uy ഡിവൈഡഡ് ബൈ ux ആണ്. theta is equal to tan inverse uy ഡിവൈഡഡ് ബൈ ux, ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് യുടെ വാല്യൂ തന്നിട്ടുണ്ട് 10, യുഎക്സിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ആംഗിൾ ഓഫ് റേഷ്യോ കണ്ടുപിടിക്കാനും ഇതേ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് uy ഡിവൈഡഡ് ബൈ ux ആണെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഇക്വേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മാത്രം പഠിക്കാതിരിക്കുക, ഇത് പഠിക്കുന്നതാണ് ബെറ്റർ. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഇത് പഠിക്കുക, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇത് പഠിക്കുക, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഇത് പഠിക്കുക. അതിനകത്ത് യുഎക്സിൻ്റെയും യുവൈയുടെയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മറ്റുള്ള ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ പഠിക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഈ അവസാനം പറഞ്ഞ ഇക്വേഷൻസ് ഏതാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2uy ഡിവൈഡഡ് ബൈ ജി, ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g, മാക്സിമം ഹൈറ്റ്
ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 2ux uy ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റിൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചുള്ള തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രൊജക്റ്റൈൽ മോഷനെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് തൊട്ടടുത്ത സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ റിവർ ക്രോസിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ റിവർ ബോട്ട് പ്രോബ്ലംസ്, അതുപോലെ റെയിൻമാൻ പ്രോബ്ലംസ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഈ മോഷൻ്റെ പ്ലേയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിനേക്കാൾ ഉപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.